യാത്രക്കാരുടെ ദാഹം അകറ്റാനും മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി വിദ്യാർത്ഥികൾ ആരംഭിച്ച പാനീയക്കട ശ്രദ്ധേയമാകുന്നു. അകലക്കുന്നം പൂവത്തിളപ്പ് മറ്റക്കര റോഡിലാണ് കുട്ടികളുടെ ചെറിയ സംരംഭമായ വഴിയോരക്കടയുള്ളത്. സ്കൂൾ തുറക്കുമ്പോൾ പഠന സാമഗ്രികൾ വാങ്ങാൻ അച്ഛനമ്മമാരെ സഹായിക്കുകയാണ് കുട്ടികളുടെ ലക്ഷ്യം. പൂവത്തിളപ്പ് കവലയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ മണലുങ്കലിൽ ചെറുതോടിനോട് ചേർന്ന് നിങ്ങളെ കാത്ത് വഴിയോരത്ത് ഒരു പാനീയക്കടയുണ്ട്. വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളാണ് യാത്രക്കാരുടെ ദാഹമകറ്റാൻ വഴിയോരത്ത് പാനീയക്കട തുടങ്ങിയത്. വേനലവധിക്കാലത്ത് മൊബൈൽ നോക്കി സമയം കളഞ്ഞിരുന്ന സമയത്ത് മണലുങ്കൽ താന്നിക്കൽ വീട്ടിൽ അനിരുദ്ധ സന്തോഷിന് മനസ്സിൽ തോന്നിയ ആശയം കൂട്ടുകാരോട് പങ്കുവച്ചതോടെയാണ് പാനീയക്കട എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. എനിക്കൊരു ദിവസം കട തുടങ്ങാൻ ഇങ്ങനെ ഒരു പ്ലാൻ തോന്നി. അപ്പം ഞാൻ ത്രിലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന്. അപ്പം ത്രിലോക് പറഞ്ഞു തുടങ്ങാന്ന് പറഞ്ഞു. ഇവൻ ഇടുക്കിയിലായിരുന്നു, ഇവൻ്റെ അച്ഛൻ്റെ കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പം ഞങ്ങൾ വിളിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ കട ആരംഭിക്കാൻ തുടങ്ങി. അപ്പം ഇവിടെയുള്ള ഞങ്ങൾക്ക് പൈസ ആദ്യമേ ഞങ്ങൾക്ക് കിട്ടിയത് കുമ്പോട സമ്പതിയുടെ പൈസയാണ്. ഇവിടെ കൂപ്പൺ വിറ്റ പൈസയും വെച്ച് ഞങ്ങൾ തുടങ്ങി. അത് ആദ്യമേ ഈ കടയിൽ ഉണ്ടായിരുന്നത് സോഡ നാരങ്ങയുള്ള സംഭാരം മാത്രമായിരുന്നു. പിന്നെ പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് തണ്ണിമത്തനും ഒക്കെ മേടിച്ച്. പിന്നെ കച്ചവടം അത്യാവശ്യമുണ്ട്. ഫോൺ ഉപയോഗം കുറയ്ക്കാൻ എല്ലാ കുട്ടികളും ഇപ്പൊ ഫോണിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്റർടൈൻമെന്റും വീട്ടുകാരോട് ആലോചിച്ചപ്പോൾ അവർക്കും സന്തോഷം. നാട്ടിലെ കുംഭകുട സമിതിയുടെ സമ്മാന കൂപ്പൺ വിറ്റ് കിട്ടിയ തുകയാണ് ആകെ കയ്യിലുണ്ടായിരുന്നത്. വീട്ടുകാരും കൂടി സഹായിച്ചപ്പോൾ കട തുടങ്ങാനുള്ള പണം ലഭിച്ചു. +2 കഴിഞ്ഞ് നിൽക്കുന്ന അനിരുദ്ധിന്റെ സഹോദരി അരുന്ധതി സന്തോഷ് സംഭാരവും തണ്ണിമത്തൻ, പൈനാപ്പിൾ ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങളും ഉപ്പിലിട്ട വാഴപ്പിണ്ടിയും കുക്കുംബറും മറ്റും ഉണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു. വഴിയോരത്ത് കട തുടങ്ങിയപ്പോൾ സമീപത്ത് പെട്ടിക്കട നടത്തുന്ന ശശിചേട്ടൻ തന്റെ കടയിലെ ശീതളപാനീയങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ നൽകിയതിനോടൊപ്പം തന്റെ കടയിലെ പാനീയ കച്ചവടം നിർത്തുകയും ചെയ്തു. അടുത്തുള്ള മറ്റൊരു കടക്കാരും കുട്ടിക്കൂട്ടത്തിന് സഹായമായി തങ്ങളുടെ കടയിലെ പാനീയ കച്ചവടം താൽക്കാലികമായി നിർത്തിവെച്ചു. ഫേസ്ബുക്ക് റീൽ ക്രിയേറ്ററായ അനീഷ് വലവൻ കുട്ടികൾക്ക് ചൂടിൽ നിന്ന് സംരക്ഷണത്തിനായി വലിയൊരു കുട നൽകി. നാട്ടുകാരുടെയും അകലക്കുന്നം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും കൂടി സപ്പോർട്ടായപ്പോൾ കച്ചവടം ഉഷാറായി. ഇപ്പോൾ ദിവസേന 3000-ലധികം രൂപ ഇവർ പാനീയം വിറ്റ് ഉണ്ടാക്കുന്നു. വേനലവധിക്കാലം കളിയും മൊബൈൽ ഉപയോഗവും കൊണ്ട് സമയം കളയുന്ന കുട്ടികൾക്ക് ഇവർ മാതൃകയാവുകയാണ്. ഞങ്ങളിത് തുടങ്ങാൻ കാരണം ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഫോണാണ് ഈ അവധിക്കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളിത് തുടങ്ങിയത് ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും പിന്നെ സാധനങ്ങൾ കൊടുക്കാനും ബാക്കിയുള്ളവർക്ക് ലാഭമൊക്കെ നമുക്ക് ലാഭം കിട്ടാനും കേട്ട് വേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. രാവിലെ ഞങ്ങൾ ഒരു 10 മണി തൊട്ട് 6 മണി വരെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിവസം ഒരു 3000 അടുപ്പിച്ച് കിട്ടും. 2000-3000 ഒക്കെ അടുപ്പിച്ച് കിട്ടും. പൈസയൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ അടുത്ത ആവശ്യത്തിനായിട്ടും അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അടുത്ത ആവശ്യത്തിന് സ്കൂൾ തുറക്കുന്ന ആവശ്യത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബാക്കി പൈസ ഉപയോഗിക്കുന്നത്. മണലുങ്കൽ ഹോളി ഫാമിലി LP സ്കൂൾ, സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ, ആനിക്കാട് അരവിന്ദ് സ്കൂൾ, കൂരോപ്പട സാന്താ മരിയ സ്കൂൾ, മഞ്ഞാമറ്റം സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ 5 മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന മണലുങ്കൽ വെട്ടുകല്ലാംകുടി നിരഞ്ജൻ, ഇവാൻ ഇമ്മാനുവൽ, ചൊള്ളാമ്പുഴ താന്നിക്കൽ അനിരുദ്ധ് സന്തോഷ്, ഈട്ടിക്കൽ അമിത്ര അരുൺ, തോട്ടുങ്കൽ ജോൺ ജോബി, താന്നിക്കൽ ത്രിലോക് സനൂപ് തുടങ്ങിയവർ ചേർന്നാണ് പുതിയ കുട്ടി സംരംഭത്തിന് വഴി തുറന്നത്. നാടിന് തന്നെ മാതൃകയായ ഈ കുട്ടിക്കൂട്ടം ബാലസംഘം മണലുങ്കൽ യൂണിറ്റ് പ്രവർത്തകർ കൂടിയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.